السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب للشهري وليواشي ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. നമുക്ക് ഫത്ഹുൽ മുഈനിന്റെ തുടക്കമാണ്. ഏതാനും ഭാഗങ്ങൾ വായിച്ച് ബർക്കത്തിന് വേണ്ടി ഓതിയതിനു ശേഷം അല്പസമയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംശയ നിവാരണത്തിനും ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല എല്ലാം അവന്റെ ദീനിന്റെ ഇഖ്ലാസുള്ള അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. വീഴ്ചകളും പോരായ്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മഹാന്മാരായ മശായിഖന്മാര് അസാത്തിദത്ത് അവരുടെയൊക്കെ മദതും നദറത്തും തന്ന് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസമ്മൈതുഹു, ഈ ഗ്രന്ഥത്തിന് നാം പേര് വെച്ചു. ബി ഖുറത്തുൽ ഐനി ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമി ദീനി, ദീനിന്റെ വിധിവിലക്കുകളെ ആ വിധിവിലക്കുകളിൽ നിന്നിട്ട് പ്രധാനപ്പെട്ടവനെ വ്യക്തമാക്കിക്കൊണ്ട് മനസ്സിന് സംതൃപ്തിയേകുന്ന ഗ്രന്ഥം എന്നർത്ഥം വരുന്ന ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന് ഞാൻ പേര് വെച്ചു. എന്നാൽ ഈ കിതാബ് എന്റെ സ്വന്തം വകയല്ല, മറിച്ച് ഇന്തഖബ്തുഹു, ഈ ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ ഞാൻ സംഘടിപ്പിച്ചു, അതിനെ ഞാൻ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തത്വങ്ങൾ രൂപീകരിച്ചു. എവിടെ നിന്ന്? മിനൽ കുത്തുബിൽ മുഅ്തമദത്തി, ഷാഫി മദ്ഹബിലെ അവലംബയോഗ്യമായ കിതാബുകളിൽ നിന്നുണ്ട്. ഏത് ഷാഫി മദ്ഹബിലെ അവലംബമാക്കാൻ പറ്റുന്ന കിതാബുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ കിതാബിലെ? ശൈഖിന ഖാതിമത്തുൽ മുഹഖഖീന ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി. മുഹഖഖീങ്ങളിൽ അഗ്രേസരനായ ശിഹാബുദ്ദീൻ എന്ന സ്ഥാനപ്പേരുള്ള അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി. ശരിക്ക് ഹൈസം ആണ്. അബുൽ ഹൈസം ഇബ്നു തയ്ഹാൻ റളിയല്ലാഹു തആല അൻഹു മിസ്റിൽ മിസ്ർ വിജയത്തിന് ശേഷം താമസമാക്കിയ പ്രദേശത്തിന് മഹാനവറുകളുടെ പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ഹൈസമി ഇബ്നുൽ ഹൈസം എന്നവരിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഹൈസം ഹൈസം എന്നായി. നൂറുദ്ദീനുൽ ഹൈസമി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ പ്രദേശത്ത് ആളാണ്. അങ്ങനെ ഈജിപ്തിലെ അൽ ഹൈസം പ്രദേശത്ത് ജനിച്ചു വളർന്ന് വലിയ ഇമാമും മുഹഖിഖും ഹാഫിദുമായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജർ തങ്ങള് പിന്നീട് തന്റെ താമസം മക്ക ഷരീഫിലേക്ക് മാറ്റുകയും ദീർഘകാലം അവിടെ ദർസ് ചെയ്യുകയും ചെയ്തു. ആ ദർസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ മഖ്ദൂം തങ്ങൾ മക്കയിൽ വിദ്യാർത്ഥിയായി താമസിക്കുന്ന സമയത്ത് മുഖ്യമായും തന്റെ ഏറ്റവും പ്രധാന ഗുരുവായി താൻ അംഗീകരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയാണ്. വേറെയും ധാരാളം മഹാന്മാരായ ഉലമായിനെ
ഉസ്താദായി സ്വീകരിക്കുകയും അവരിൽ നിന്നൊക്കെ അറിവ് പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും തന്റെ പ്രധാന അവലംബമായി സ്വീകരിച്ചിരുന്ന മുഖ്യ ഉസ്താദ്. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ ഷെയ്ഖുന എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുകളിൽ നിന്നും ആണ് അവലംബം. മാത്രമല്ല മുഖ്യമായി ഇബ്നു ഹജറുൽ ഹൈതമിയുടെ കിതാബുകളാണെങ്കിലും വബഖിയത്തുൽ മുജ്തഹിദീൻ, മറ്റ് മഹത്തുക്കളായ ഗവേഷണ പടുക്കളായ മഹാന്മാരായ ഉലമാക്കളുടെ കിതാബുകളിൽ നിന്നും ആണ് ഈ ഖുറത്തുൽ ഐൻ എന്ന കിതാബിന്റെ ആശയം ഞാൻ സ്വീകരിക്കുന്നത്. അതേതൊക്കെ മുജ്തഹിദീകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് മിസ്ലു വജീഹുദ്ദീൻ അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് സുബൈദി റളിയല്ലാഹു തആല അൻഹു. മറ്റു ശൈഖി മശായിഖിന, ഇത് രണ്ട് മഹാന്മാരായ നേരെ ഗുരുക്കളാണ് പറഞ്ഞത്. ഇബ്നു സിയാദ് സുബൈദിയും ഇബ്നു ഹജറുൽ ഹൈതമിയും അത് രണ്ടും ഗുരുനാഥന്മാര് നേരെയാണ്. ഇനി പറയുന്നത് നമ്മുടെ ഗുരുനാഥന്മാരുടെ ഗുരുക്കളായിരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനായ ഇമാമും മുഫ്തിയും മുഹഖിഖും ഒക്കെ ആയതോടുകൂടി തന്നെ അറിയപ്പെട്ട സൂഫി വര്യനും ഷെയ്ഖും വലിയുമായിരുന്ന മഹാനായ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബിന്റെ മുജദ്ദിദും കൂടിയായ മഹാനവറുകളുടെ കിതാബ്. അത് നേരിട്ടുള്ള ഷെയ്ഖല്ല, ഷെയ്ഖിന്റെ ഷെയ്ഖാണ്. അതുപോലെ തന്നെ രണ്ട് മശായിഖന്മാരാണ്. രണ്ടാമത് വൽ ഇമാമു അംജദ് അഹ്മദുൽ മുസജ്ജദ് സുബൈദി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ഈ നാല് മഹത്തുക്കളായ ഇമാമുകളുടെ അവലംബയോഗ്യമായ കിതാബുകളാണ് ഈ കിതാബിന്റെ ആസ്പദം. എന്നാൽ ഈ നാലാളിൽ മാത്രം പരിമിതമാണോ? അല്ല. വഗൈരിഹിം, ഇവരല്ലാത്ത മറ്റ് മഹത്തുക്കളായ പല ഇമാമുകളുമുണ്ട്. മിൻ മുഹഖിഖിൽ മുതഅഖിരീൻ, ഷാഫി മദ്ഹബിലെ പിന്തലമുറക്കാരായ ഇമാമുകളിൽ നിന്നും അവലംബയോഗ്യരായ മുഹഖിഖീങ്ങളായ ഇമാമിയങ്ങളുടെ കിതാബുകളിൽ നിന്നുമാണ് ഈ ആശയം സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള്, ഇബ്നു സിയാദ് സുബൈദി തങ്ങള്, അതുപോലെ തന്നെ സക്കരിയ അൻസാരി തങ്ങള്, അഹ്മദുൽ മുസജ്ജദ് സുബൈദി തങ്ങൾ തുടങ്ങിയ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ അവരുൾപ്പെടെയുള്ള എന്ന് പറയുമ്പോൾ നാം മുഖ്യമായും അവരെയാണ് അടിസ്ഥാനമാക്കുന്നത്. അവരുൾപ്പെടെയുള്ള മഹത്തുക്കളായ അയിമ്മത്തിന്റെ അവലംബയോഗ്യമായ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ആശയം ഞാൻ രൂപീകരിക്കുന്നത്. അവിടെ തന്നെ മുഅ്തമിദൻ അലാമ ജസമ ബിഹി ശൈഖുൽ മദ്ഹബി അന്നവവി വറാഫി, ഷാഫി മദ്ഹബിലെ മദ്ഹബിലും അതുപോലെ തന്നെ മിക്ക വിജ്ഞാന ശാഖകളിലും ഷെയ്ഖാനി എന്ന് പറയുന്ന രണ്ട് മഹായോഗ്യന്മാര് കാണാം. എന്നാൽ ഷാഫി മദ്ഹബിലെ ഫിഖ് സംബന്ധമായി ഷെയ്ഖാനി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം റാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ആണ് ഷെയ്ഖാനി എന്ന് പറയാം. അങ്ങനെ ഈ രണ്ട് മഹത്തുക്കളായ ഇമാമുമാരും ഐക്യകണ്ഠേനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞതാണോ അതാണ് അവലംബം. ഷാഫി മദ്ഹബിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് മഹാന്മാരായ ഇമാമുമാരും ഉണ്ടെങ്കിലും പിൽക്കാലത്ത് ഷാഫി മദ്ഹബിൽ അവലംബമായി സ്വീകരിക്കുക ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും
മുഅ്തമദാണെന്ന് ഷാഫി മദ്ഹബിന്റെ ഉസൂൽ നിയമങ്ങൾ അനുസരിച്ച് പ്രബലമെന്ന് അഭിപ്രായപ്പെട്ടതാണ് ഷാഫി മദ്ഹബിൽ അവലംബം. അതിന്റെ കാരണത്തെ വിശദമായി പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, ബാക്കി വിഷയങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഷാഫി മദ്ഹബ് വലിയ മുജ്തഹിദുകളായ ഇമാമുമാരുടെ നീണ്ട പരമ്പരയുള്ളതും അത് തന്നെ ഇജ്തിഹാദി സംബന്ധമായ 2 ശാഖകൾ ഉൾക്കൊള്ളുന്നതുമായിരുന്നു. ഒന്ന് ഇറാഖി, മറ്റൊന്ന് ഖുറാസാനി. ഇങ്ങനെ ഖുറാസാനി തരീഖത്തും ഇറാഖി തരീഖത്തും 2ആയി വന്ന് ഈ 2 ശാഖകളിലും ധാരാളം ഗ്രന്ഥങ്ങൾ മുജ്തഹിദുകളായ അസ്ഹാബിൻ്റെതായി വരികയും അതിൽ വ്യത്യസ്തങ്ങളായ മസ്അലകളിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വരികയും ചെയ്തു. അങ്ങനെ ഇവ സംയോജിപ്പിച്ച് ക്രോഡീകരിച്ച് അതുവരെ കഴിഞ്ഞുപോയ മഹത്തുക്കളായ ഷാഫി മദ്ഹബിലെ സ്വീകാര്യരായ അസ്ഹാബിന്റെ അഭിപ്രായങ്ങൾ പരിശോധന വിധേയമാക്കി ഷാഫി മദ്ഹബിന്റെ ഉസൂലാവുന്ന അടിസ്ഥാന നിയമവുമായി കൂടുതൽ അടുപ്പവും താദാത്മ്യവും പ്രാപിക്കുന്നത് ഏത് അഭിപ്രായമാണോ അത് ബലപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിനെ ഒരു സംഗ്രഹിച്ച മഹത്തുക്കളാണ് ഈ 2 ഇമാമുമാർ. ചുരുക്കി പറയാൻ പറ്റുക, അതൊരു പാഠവിഷയമായി തന്നെ വിശദീകരിക്കേണ്ടതാണ്. ചുരുക്കി പറയുന്നു. അങ്ങനെ ഈ സംരംഭം ആദ്യമായി നടപ്പിലാക്കുകയും ഷാഫി മദ്ഹബിനെ സമഗ്രമായി പഠന വിധേയമാക്കി അതിൽ ഏതൊക്കെയാണ് പ്രബലമെന്നും ഏതൊക്കെയാണ് 2ാം സ്ഥാനത്തെന്നും ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞ് ഗ്രന്ഥരചന നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ തന്റെ കാലത്തിന് മുമ്പ് ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലശേഷം വന്ന മസ്അലകളിൽ ഉള്ള വിവിധ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് അതിൽ ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് അവലംബയോഗ്യം ഏതാണ് എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത 1ാമത്തെ മഹാനാണ് ആയാണ് ഇമാം റാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ പരിഷ്കർത്താവ് എന്നും സംയോജിപ്പിച്ച ആള് എന്നും ഒക്കെ വേണമെങ്കിൽ മഹാനായ ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സംബന്ധിച്ച് പറയാം. സമുദ്രം കണക്കെ പാരാവാരം കണക്കെ പരന്നു കിടക്കുന്ന ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥ ലോകത്ത് ഒരു 1ാമത്തെ സംരംഭം എന്ന നിലക്ക് ഒരു പരിശോധന നടത്തുക എന്നത് ഒരു മഹാസാഹസം തന്നെയാണ്. ആ സാഹസം അള്ളാഹു കൊടുത്ത മഹത്തായ കറാബത്ത് കൊണ്ട് മഹാനായ ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിജയകരമായി പൂർത്തീകരിച്ചു. എങ്കിലും 1ാമത്തെ സംരംഭം എന്ന നിലക്ക് ചെറിയ പോരായ്മകളൊക്കെ വന്നേക്കാം. തന്റെ ശേഷം വന്ന മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ വലിയും കറാമത്തിന്റെ ഉടമയും സൂഫി വര്യനുമായ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയ ആ അഭിപ്രായങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടും താൻ പരിശോധിച്ച അടിസ്ഥാന ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടും 2ാമത് ഷാഫി മദ്ഹബിനെ ആദ്യാവസാനം പരിശോധന വിധേയമാക്കി ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന നിയമങ്ങളുമായി ഏറെ പൊരുത്തപ്പെട്ടു പോകുന്ന പ്രബലമായ അഭിപ്രായം ഏത് എന്ന് 2ാമത് ഒരു പരിശോധനയിലൂടെ ഒന്നുകൂടി അതിനെ പരിഷ്കരിച്ച് സംസ്കരിച്ച് മുസ്ലിം ലോകത്തിന് സമർപ്പിച്ച മഹാത്യാഗീവര്യനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഈ 2 പരിശോധനയോടുകൂടി കാര്യം വളരെ വ്യക്തവും സ്പഷ്ടവുമായി കഴിഞ്ഞു. അപ്പൊ 1ാമത്തെ പരിശോധനയിൽ വരുന്ന കുറവുകൾ കൂടി പരിഹരിച്ചു കൊണ്ടിട്ടുള്ള 2ാമത്തെ പരിശോധന. അപ്പൊ 2 കൂടി ഒത്തു വന്നാൽ പിന്നെ അതിൽ 3ാമത്തെ ഒരു അഭിപ്രായം അസ്വീകാര്യമാണ്. അപ്പൊ ഷാഫി മദ്ഹബിന് പഴയ കിതാബിലും പലതും കണ്ടെന്ന് വരാം മുൻഗാമികളുടെ കിതാബ് പരിശോധിച്ചാൽ.
എന്നാൽ അതൊന്നും പിൻകാലക്കാരായ നമ്മളെ പോലത്തെവർക്ക് അവലംബിക്കാൻ പറ്റില്ല. നമ്മളെ പോലത്തെ ഈ മദ്ഹബിൽ ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യരല്ലാത്ത സാധാരണക്കാരായ നമ്മയ്ക്കൊക്കെ ഇന്ന് ഷാഫി മദ്ഹബ് എന്ന നിലക്ക് അവലംബിക്കാൻ ശരിക്കും ആധികാരികമായി പരിശോധിച്ച് സംയോജിപ്പിച്ച് പരിഷ്കരിച്ച് നമുക്ക് സമർപ്പിച്ച ഈ രണ്ട് മഹത്തുക്കളായ റാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും വ്യക്തമാക്കിയതെന്തോ അതാണ് ഷാഫി മദ്ഹബ്. ഇനി അവർ തമ്മിൽ വല്ല ഭിന്നതയും വന്നു, അതായത് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു ഇന്ന ഖൗലാണ് മുഅ്തമദ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തന്റെ പരിശോധനയിൽ അതല്ല ഉസൂലുമായി കൂടുതൽ ബന്ധപ്പെട്ട് യോജിച്ചു വരുന്നത് ഇന്നതാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോ ഏതാണ് മുഅ്തമദ് എന്ന വിഷയത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അങ്ങനെ കാണുന്നിടത്ത് സ്വാഭാവികമായും രണ്ടു വട്ടം പരിശോധിച്ച ഒരു കാര്യം ഒന്നാം പരിശോധനയിൽ വ്യക്തമായ അടിസ്ഥാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും പരിശോധിച്ചിട്ട് വ്യക്തമാവുന്ന രണ്ടാമത്തതായിരിക്കും കൂടുതൽ സൂക്ഷ്മം എന്നതുകൊണ്ട് അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമായത് ഏതാണ് എന്നതിനെ സംബന്ധിച്ച് ഈ ഷെയ്ഖാനി തമ്മിൽ അഭിപ്രായമായാൽ ഫന്നബവി അങ്ങനെ വന്ന് രണ്ട് ഷെയ്ഖാനി തമ്മിൽ അഭിപ്രായം മുഅ്തമദ് ഏതാണ് എന്നതിൽ വ്യത്യാസം വന്നാൽ അവിടെ നവവി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ മുഅ്തമദാക്കിയതിനെയാണ് അവലംബമാക്കുക. അതിന് കാരണം രണ്ടാം പരിശോധന ഒന്നാം പരിശോധനയേക്കാൾ കൂടുതൽ എളുപ്പവും കൂടുതൽ സൂക്ഷ്മവുമായിരിക്കും എന്നതുകൊണ്ടാണ്. ഇങ്ങനെ നവവി ഇമാമും റാഫി ഇമാമും മുഅ്തമദാണെന്ന് വ്യക്തമാക്കിയാൽ അത് സ്വീകരിച്ചുകൊണ്ടും അവർ തമ്മിൽ വല്ല മസ്അലകളിലും വ്യത്യസ്ത അഭിപ്രായമാണ് ഏതാണ് പ്രബലമായത് എന്നതിനെ സംബന്ധിച്ചുള്ള ഇടത്ത് നവവി ഇമാമിന്റെ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചില അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇന്നതാണ് മുഅ്തമദ് എന്ന് വ്യക്തമാക്കപ്പെടാത്ത മറ്റു വല്ല മസ്അലകളും ഉണ്ടെങ്കിൽ ഫമുഹഖിഖുൽ മുതഅഖിരീൻ പിൽക്കാലക്കാരായ അഗ്രസരരായ മഹാന്മാരായ ഇമാമിങ്ങൾ അവര് പ്രബലമാണെന്ന് വ്യക്തമാക്കിയതിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം, അഥവാ ഈ പറയുന്നത് മുൻഗാമികളായ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അതിൽ തന്നെ അവലംബയോഗ്യമായത് ഏതാണെന്ന് തീരുമാനിക്കുന്നിടത്ത് ഇമാം നവവി ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും അത് വ്യത്യാസം പെടുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും അത് രണ്ടും ഇല്ലാത്ത സ്ഥലങ്ങൾ കൊണ്ടുമാണ് ഈ ഗ്രന്ഥം ഞാൻ എഴുതാൻ വേണ്ടി അവലംബമാക്കിയത്. അതിന്റെ രീതി അതാ. റളിയല്ലാഹു തആല അൻഹു വനഫഅനാ ബിഉലൂമിഹിം ഫിദ്ദാറിൻ. റാജിയം മിൻ റബ്ബിന, ഞാൻ ഇങ്ങനെ ഈ ഗ്രന്ഥത്തെ പേര് വെച്ച് ഖുറത്തുൽ ഐനി മുഹിമ്മാത്തി ദീനി എന്ന് പേര് വെച്ച് ഗ്രന്ഥരചന നടത്തിയത് റാജിയം മിൻ റബ്ബിന, നമ്മുടെ ഉടമക്കാരനും രക്ഷിതാവുമാവുന്ന അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ടായിക്കൊണ്ട്. എങ്ങനത്തെ റബ്ബാണ്? അർ റഹ്മാൻ. ഈ ലോകത്ത് മുഅ്മിനെന്നോ മുഅ്മിനല്ലാത്തവരെന്നോ സ്വാലിഹീങ്ങളെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന കരുണാവാരിധിയായ റബ്ബിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട്. എന്താണ് എന്റെ പ്രതീക്ഷ? ഈ മഹത്തായ ഗ്രന്ഥം കൊണ്ട് ഉപകാരം ലഭിക്കുമാറാകണമേ എന്ന്. ആർക്ക് ഉപകാരം ലഭിക്കണം? അൽ അൽക്കിയ അൽ ഉഖല. ദക്കിയ് എന്ന് പറഞ്ഞാൽ ആഖില് എന്ന്, അതിന്റെ ജമ്മാണ് അൽക്കിയ. അതുകൊണ്ടാണ് അൽ ഉഖല എന്നതിന് തഫ്സീർ ചെയ്തത്. ബുദ്ധിമാന്മാരായ ചിന്തകന്മാരായ ആളുകൾക്ക് ഈ ഖുറത്തുൽ ഐൻ ഉപകാരപ്രദമാകുമാകണമേ എന്ന
പ്രാർത്ഥന റബ്ബിനോട് പ്രാർത്ഥിച്ചവനായിക്കൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നത്. അതായത് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടും അവനിൽ തവക്കുലാക്കിക്കൊണ്ടും അല്ലാതെ ചെറുത് വലുത് വ്യത്യാസമില്ലാതെ ഏതൊരു കാര്യവും നാം ആരെങ്കിലും സ്വന്തമായി ചെയ്യാൻ കഴിവുള്ളവരാണെന്നൊരു തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല. ഈ തവക്കുലും ഈ തവാദുഉം അത് പ്രകടിപ്പിക്കുക. ആ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, നല്ലൊരു ഗ്രന്ഥം എഴുതി അതെല്ലാവർക്കും ഫലപ്പെടും എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറിച്ച് ഫലം നൽകേണ്ടവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ഈ കിതാബ് കൊണ്ട് ബുദ്ധിമാന്മാരായ മുഴുവൻ ആളുകൾക്കും ഫലപ്രദമായി തീരുമാറാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഗ്രന്ഥം ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത്. മാത്രമല്ല വാന്തഖറബിഹി, ഈ കിതാബ് കാരണം ബാൽ സബബീനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഐ ബി സബബിഹി, ഈ ഗ്രന്ഥം കാരണം സന്ദർഭമാകുമാറാകണം, കുളിർമയുള്ളതാവണം. ഐനി, എന്റെ കണ്ണ്, എന്റെ കണ്ണ് കുളിർമയാകാന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ വകവരുന്ന മഹത്തായ ആഖിറത്തിന് പ്രതിഫലം ലഭിക്കുന്നതായി തീരും എന്ന് വദൻ, നാളെ. നാളെ എന്ന് പറഞ്ഞാൽ റമളാൻ മാസം, നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കഴിഞ്ഞിട്ട് നാളെ നേരം വെളുക്കുമ്പം എന്നർത്ഥത്തിനല്ല. അതായത് അൽ യൗമുൽ ആഖിർ, അന്ത്യദിനത്തിൽ. അൽ യൗമുൽ ആഖിർ, അവസാന നാളാവുന്ന, എന്നാൽ അതിന്റെ ശേഷം പിന്നെ ദിവസമില്ല. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് യൗമുൽ ആഖിർ എന്ന് പറയുന്നത് അവസാന നാൾ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നാളില്ല, ആ ഒറ്റ നാൾ തന്നെ ഉള്ളൂ പിന്നെ എന്നും. അഥവാ അന്ത്യദിനത്തിൽ മനസ്സംതൃപ്തി ലഭിക്കുമാറുള്ള, സന്തോഷമേകുമാറുള്ള മഹത്തായ പ്രതിഫലം ലഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമാറാണ്. എന്തുകൊണ്ടാണ് നാളെ പരലോകത്ത് സന്തോഷം ലഭിച്ച് കൺകുളിർമയാവുന്നത്? ബിന്നവരി ഇലാ വജിഹിൽ കരീം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ലിഖാ എന്ന് പറയുന്ന തീർക്കാഴ്ച കണ്ടു. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുമ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ദാത്ത് എന്നാണ് അതിനർത്ഥം. അല്ലാതെ മുഖം എന്നൊരിക്കലും അർത്ഥം വെക്കാൻ പാടില്ല. വജ്ഹത്തു ഓതുമ്പോ നമ്മൾ പറയണ്ടല്ലോ, വജ്ഹത്തു വജ്ഹി, എന്റെ മുഖത്തെ ഞാൻ മുന്നിടിച്ചു എന്ന് അർത്ഥം വെക്കാൻ പാടില്ലല്ലോ. അവിടെ തെറ്റാണ്. മറിച്ച് വജ്ഹത്തു വജ്ഹി എന്ന് പറഞ്ഞാൽ എന്റെ ദാത്തിനെ, അത് എന്റെ മനസ്സും ശരീരവും ഉൾക്കൊള്ളുന്ന എന്നെ താൻ, അഥവാ തന്നെത്താൻ മുന്നിടിച്ചു, എന്നെ ഞാൻ മുന്നിടിച്ചു. അവിടെ വജ്ഹ് എന്ന് പറയുന്നത് മജാസ, ബാവ് പറഞ്ഞിട്ട് കുല്ല് മുറാദാക്കുന്ന മജാസിൽപ്പെട്ട മജാസാണ്. വജ്ഹ് പറഞ്ഞിട്ട് ദാത്ത് മുറാദ് എന്നതുപോലെ ബിന്നവരി ഇലാ വജ്ഹിഹിൽ കരീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവാക്കപ്പെട്ട വിശുദ്ധ ദാത്തിലേക്ക് നോക്കുക. റബ്ബിന്റെ ലിഖാ ആണ്. വലദൈന മസീദ് എന്ന ആയത്തിൽ പ്രബലമായ തഫ്സീർ, സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും മുഴുവനും ലഭിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട് വലദൈന മസീദ്, നിങ്ങളുടെയൊക്കെ കണക്കിലും മോഹത്തിലും പെടാത്ത മസീദ് എന്റെ അടുക്കലുണ്ട്. ആ മസീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ലിഖാ എന്ന് പറയുന്ന തീർക്കാഴ്ചയാണ്, റബ്ബിനെ കാണുക എന്ന് പറയുന്ന മഹത്തായ സൗഭാഗ്യം. ആ സൗഭാഗ്യം അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിലേക്ക് നോക്ക്, ആ തീർക്കാഴ്ച കാണാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരവസ്ഥ ലഭിക്കാൻ ഇത് കാരണമാകണമേ എന്നും. രണ്ട് കാര്യമാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്. ഒന്ന്, ബുദ്ധിജീവികൾക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമാവുന്ന ഒരു ഗ്രന്ഥമായി ഈ ഗ്രന്ഥം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകണമെന്നും, ഈ ഗ്രന്ഥം കാരണം നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധദാത്തിനെ കാണുക എന്ന് പറയുന്ന മഹത്തായ തീർക്കാഴ്ച കാണാൻ ഇടവന്ന് അത് മുഖേന മഹാസംതൃപ്തി ലഭിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ റബ്ബിന്റെ ലിഖാ എന്ന് പറയുന്നത് ആളുകളുടെ മഹത്വത്തിനും പദവിക്കും അനുസരിച്ചും ഏറ്റക്കുറവുണ്ടാവും. ചിലർക്ക് ഒരിക്കൽ കാണുന്നവരുണ്ട്,
ചിലപ്പോൾ കൊല്ലത്തിലൊരിക്കൽ കാണുന്നവരുണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ കാണുന്നവരുണ്ട്, ചിലപ്പോൾ ദിവസത്തിൽ കാണുന്നവരുണ്ട്, ചിലർക്ക് എപ്പോൾ ഉദ്ദേശിക്കുന്നോ അപ്പോഴൊക്കെ കാണുന്നവരുണ്ട്. അതാണ് ഏറ്റവും ഉയർന്ന മുഖറബീങ്ങളുടെ ദർജ. അതിൽ പെടാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ബുക്കറത്തം വാശിയ, പ്രദോഷങ്ങളിലും പ്രഭാതങ്ങളിലും എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണയിലുള്ളൂ. അപ്പൊ എപ്പോഴും അർത്ഥം സദാ എപ്പോഴും അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ സദാ റബ്ബിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരാവുന്ന മുഖറബീങ്ങളിൽ ഉൾപ്പെടാൻ ഈ കിതാബ് കാരണമായി തീരുമാനമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ കിതാബിനെ സമർപ്പിക്കുന്നു. ആമീൻ. ഇതുവരെ ആമുഖാണ് പറഞ്ഞത്. ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ. ബാബു സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പാഠം. ബാബ് എന്ന് പറഞ്ഞാൽ കവാടം എന്നാണ് നേരെ വാക്കിനർത്ഥം ഭാഷാപരമായി നോക്കുമ്പോൾ. അപ്പോ ഒരു വീട്ടിലേക്ക്, അതല്ലെങ്കിൽ ഒരു പട്ടണത്തിലേക്ക്, അതല്ലെങ്കിൽ ഒരു സൂക്കിലേക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ബാബ് ഉണ്ടാവും. ആ വാതിലിലൂടെയാണ് അങ്ങോട്ട് പ്രവേശിക്കുക. അപ്പൊ എന്നതുപോലെ നിസ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇബാദത്ത്, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഇബാദത്താവുന്നു നിസ്കാരം. അത് സംബന്ധിച്ച ഷർത്തുകളും ഫർളുകളും ബാത്തിലാവുന്ന കാര്യങ്ങളും ഉൾപ്പെടെയുള്ള വിശാലമായ ചർച്ച ഉൾക്കൊള്ളുന്ന ഒരു പാഠഭാഗമാണ് ബാബുസ്വല. അതിന് വിവിധ ഭാഗങ്ങൾ ഉണ്ടാവും. ഹിയ, ഇനി പറയട്ടെ, ഈ നിസ്കാരം എന്നാൽ അസ്വല എന്ന വാക്കിനെ പറ്റിയാ പറയുന്നത്. അസ്വല, നിസ്കാരം എന്നത് ശർഅൻ രണ്ടർത്ഥം. പണ്ട് നമ്മൾ ഖുലാസോദി എന്ന് എപ്പോഴും പറയല്ലോ, ഭാഷയിലൊരർത്ഥം വേറെ, അതോടുകൂടി ഇസ്ലാം ശരീഅത്തിലുള്ള ശർഈയായ അർത്ഥം ഒന്ന് വേറെ. ശർഈൽ നിസ്കാരം അസ്വല എന്ന് പറയുന്നതിന് വീക്ഷിക്കപ്പെടുന്ന സാങ്കേതിക അർത്ഥം അഖ്വാലുൻ, ചില വാക്കുകൾ, വ അഫ്ആലുൻ, ചില പ്രവർത്തികളും, മഹ്സൂസത്തുൻ, പ്രത്യേകമായുള്ള, അതായത് പ്രത്യേകമായി കൽപ്പിക്കപ്പെടുകയും നിർദ്ദേശിക്കപ്പെടുകയും ചെയ്ത ചില വാക്കുകളും പ്രവർത്തികളും. അത് തന്നെ മുഫ്തതഹത്തും ബിത്തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങപ്പെടുന്നതും മുഖ്തതമത്തും ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതും ആണ്. അപ്പൊ സലാം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങപ്പെട്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും എന്നാണ് സ്വലാത്ത് എന്നതുകൊണ്ട് ശറഇൽ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം. എന്നാൽ വസുമ്മിയത്ത്, ഈ പ്രത്യേകമായ നിസ്കാരത്തിന് അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഈ നിസ്കാരത്തിന് പേര് വെക്കപ്പെട്ടു ബിദാലിക, സ്വലാ എന്ന പേര്. എന്താ സ്വലാ എന്നതിന് പേര് പറയാൻ കാരണം? ലിസ്തിമാലിഹ, ഈ നിസ്കാരം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. അലസ്വലാത്തി ലുഗതൻ, ഭാഷാർത്ഥത്തിലുള്ള സ്വലാ എന്ന പദത്തിന്റെ അർത്ഥം ഈ നിസ്കാരം എന്ന് ശറഇൽ പറയുന്ന ഈ പ്രത്യേക ഇബാദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന ബന്ധം വെച്ചിട്ട് ഉള്ള പേരാണ്. അപ്പോ ഭാഷാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? വഹിയ അദ്വാഉ, സ്വലാ എന്ന് ഭാഷയിൽ പറഞ്ഞ പ്രാർത്ഥന. ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്വാഉ ബിൽ ഖൈർ, ഖൈർ കൊണ്ടുള്ള പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സ്വലാ എന്ന വാക്ക് നിസ്കാരത്തിന് ഉപയോഗിക്കാൻ കാരണം എന്താ? നിസ്കാരത്തിൽ എന്തായാലും പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്.
എന്നെല്ലാം നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന. ആ പേര് ഉപയോഗിച്ചു. ഇപ്പം നിസ്കാരം എന്ന് അർത്ഥം വരുന്ന അസ്വലാ ഹയ്യർ അസ്വലാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്ക് വരൂ എന്ന അർത്ഥം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താണ്? ഹയ്യർ അസ്വലാ എന്ന് പറഞ്ഞിടത്തുള്ള സ്വലാ ശർഇയ്യ. അപ്പൊ എന്തായി? തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളും ഉൾക്കൊള്ളുന്ന ഒരു ആരാധന, ആ ഇബാദത്തിലേക്ക് വരുവീൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹയ്യർ അസ്വലാ. അല്ലാതെ പ്രാർത്ഥനയിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞാൽ ശർഇന്റെ അർത്ഥം വിട്ട് ഭാഷയിലേക്ക് ഇറങ്ങി വരലാവും. ശർഇൽ ആ അർത്ഥം അതിനില്ല. പിന്നെ എന്നാൽ രണ്ടും തമ്മിൽ, അതായത് എന്താ വെച്ചാൽ ഇത് മജാസ് ആണെന്ന് അർത്ഥം. മജാസില് ഒരു അലാഖത്ത് വേണമല്ലോ എന്ന് പറഞ്ഞാൽ പരസ്പരം. ഒന്നാമത് ഈ പദത്തെ ഭാഷയിൽ ഉപയോഗിച്ച ഒന്നാമത്തെ അർത്ഥവും ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്ന രണ്ടാമത്തെ അർത്ഥവും തമ്മിൽ ഒരു പരസ്പര ബന്ധം വേണം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ശർഇലേക്ക് മാറ്റി ഉപയോഗിക്കുന്ന മജാസായ വാക്കാണ് സ്വലാ. ആ ബന്ധമാണ് പറഞ്ഞത്. പ്രാർത്ഥന എന്ന അർത്ഥം അല്ല സ്വലാ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം മഹത്തായ നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള ദുആ ഉൾക്കൊള്ളുന്നു എന്ന ബന്ധം വെച്ചിട്ടാണ് അതിന് സ്വലാ എന്ന് ഉപയോഗിച്ചത്. വൽ മഫ്റൂളാത്തുൽ ഐനിയ്യത്തു, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ മുഴുവൻ ആളുകൾക്കും വ്യക്തിഗതമായി നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾ അല്ലൈനിയ. പണ്ട് നമ്മള് ഖുലാസ ഓതിയ സമയത്ത് വിശദമായി പറഞ്ഞുവല്ലോ. ഫർള് രണ്ട് വിധം, ഫർള് ഐൻ എന്നും ഫർള് കിഫായി എന്നും. എന്നിട്ട് ഫർള് ഐനായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഖുലാസയുടെ അവസാന ഭാഗം എത്തിയപ്പം ഫർള് കിഫായിയായ കുറെ കാര്യങ്ങളെ വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ ഫർള് ഐനിയ, ഫർള് ഐന് എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായി നിർബന്ധമാവുന്ന കാര്യങ്ങൾ. അപ്പം മഫ്റൂദാത്തുൽ ഐനിയ എന്ന് പറഞ്ഞാൽ ഏത്? അൽ മഫ്റൂദാത്ത് അസ്വലവാത്തുൽ മഫ്റൂദാത്തുൽ ഐനിയത്തു എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായി എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിമായ ആണ് പെണ്ണുങ്ങൾക്ക് വ്യക്തിഗതമായി തന്നെ നിർബന്ധമാക്കപ്പെട്ട ഫർള് നിസ്കാരങ്ങൾ ഹംസുൻ, അഞ്ചാവുന്നു. ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, ഒരു രാപ്പകലിൽ 5 നിസ്കാരം. ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും പറയണമല്ലോ. കാരണം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അത് അറിയാതെ പോകും എന്നതുകൊണ്ട്. കാരണം ആ ഉപ്പ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ മാത്രവുമല്ല മഅലൂമത്തും മിനദ്ദീനി, ഇങ്ങനെ ഒരു രാപ്പകലിലായി 5 നേരത്തെ ഫർള് ഐനായ നിസ്കാരമുണ്ട് എന്ന കാര്യം അറിയപ്പെട്ടതും ആവുന്നു. മിനദ്ദീനി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പെട്ടതായിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്നും അറിയപ്പെട്ട കാര്യമാണ്. എങ്ങനെ? ബില്ലറൂറത്തി, ബില്ലറൂറ എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായി എന്ന് നമ്മൾ അതിന് അർത്ഥം വെക്കുമെങ്കിലും ഉദ്ദേശാർത്ഥം ആലിമീങ്ങളെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നിസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം 5 വഖത്ത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണെന്ന് അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. അത് കിതാബ് ഓതി പഠിച്ച ആലിമായാലും വേണ്ടിയില്ല, അല്ലാത്ത നാട്ടിൽ നടക്കുന്ന സാധാരണക്കാരായാലും വേണ്ടിയില്ല. എല്ലാവർക്കും അറിയാം 5 നേരത്തെ നിസ്കാരം ഒരു മുസ്ലിമായ മനുഷ്യന് ഫർളൈനാണ്. അങ്ങനെ ദീനിൽ സുവ്യക്തമായി അറിയപ്പെട്ട, അങ്ങനെയാണ് അതിന് കുറച്ചുകൂടി നല്ലത്, സുവ്യക്തമായി അറിയപ്പെട്ട, അതിന് പ്രത്യേകിച്ച് തെളിവിന്റെയോ ന്യായീകരണത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. സുവ്യക്തമായും ദീനിൽ നിന്നും അറിയപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതും ആണ് ഫർള് നിസ്കാരം, 5 വഖത്ത് ഫർള് നിസ്കാരം. ഫയക്ഫുറു, അത് കാരണം, അതായത് ഈ 5 വഖത്ത് നിസ്കാരം ഫർള് ഐനാണെന്ന് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതോടു കൂടി വിവരമുള്ളവരെന്നോ വിവരമില്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ സർവർക്കും അറിയാവുന്ന നിലക്ക് ഫർളായ കാര്യം അത്രയും വ്യക്തമായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ കാണാത്ത ഒരു മൗലവി ഉണ്ടല്ലോ, കാണാതായിപ്പോയെ, അയാളൊക്കെ 3 നിസ്കാരമുള്ളൂ ഒരു ദിവസത്തില് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഇസ്ലാമിന്റെ 4 അതിരുകളിൽ നിന്നിട്ട് പുറത്തുപോയി മുർത്തദ്ദായി. കാരണം എന്താ? 5 ഉള്ളതിൽ 2 വെട്ടിക്കളഞ്ഞു ബാക്കി 3 ഉള്ളൂ എന്ന് പറയുമ്പോ
ഈ 5 വഖ്ത് നിസ്കാരം മാത്രമല്ല 5 വഖ്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു റക്അത്ത് പോലും നിഷേധിച്ചാൽ അവൻ കാഫറ. കാരണം എന്താ? ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതും ദീനിൽപ്പെട്ടതാണെന്ന് ബിർറൂറത്തറിയപ്പെട്ടതുമായ കാര്യമായതുകൊണ്ട്. ഇജ്മാഅുള്ള കാര്യത്തെ നിഷേധിച്ചത് കൊണ്ട് മുഴുവനായൊന്നും കാഫറാവൂല. കാരണം ഇജ്മാഅുള്ള കാര്യങ്ങൾ തന്നെ സാധാരണക്കാർക്ക് അറിയാത്ത മഹാപണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം സാധാരണക്കാരൻ നിഷേധിച്ചാൽ തെറ്റാണെങ്കിൽ പോലും കാഫറാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെടുത്തതോടു കൂടി ബിർറൂറത്ത് ദീനിൽ നിന്നറിയപ്പെട്ടത് കൂടിയാണെങ്കിൽ അവിടെ നിഷേധിച്ച കാഫറാവും. ഇനി വലം തജ്തമിഅ ഹാദിഹിൽ ഖംസു, ഈ 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് കൂടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 5ഉം കൂടി ഫർളാക്കപ്പെട്ടിട്ടില്ല. ആർക്കല്ലാതെ ലിഗൈരി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ തിരുദൂതരാവുന്ന ഹബീബ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തുകൾക്കും മാത്രമാണ് 5 വഖ്ത് നിസ്കാരവും കൂടി ഒരുമിച്ച് കൂടി ഫർളാക്കപ്പെട്ടത്. എന്നാൽ അതിൽ ളുഹർ നിസ്കാരം ഫർളാക്കപ്പെട്ട നബിമാരും അവരുടെ ഉമ്മത്തുകളും ഉണ്ടായിരുന്നു. അസർ നിസ്കാരം ഫർളാക്കപ്പെട്ട നബിമാരും ഉമ്മത്തുകളും ഉണ്ടായിരുന്നു. മഗ്രിബ് നിസ്കാരം ഫർളാക്കപ്പെട്ടവരുണ്ടായിരുന്നു. സുബ്ഹി നിസ്കാരം ഫർളാക്കപ്പെട്ടവർ, ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾ പ്രത്യേകം ഫർളാക്കപ്പെട്ട ഉമ്മത്തുകളുണ്ട്. എന്നാൽ ഈ 5ഉം കൂടി ഫർളാക്കപ്പെട്ട ഒരു ഉമ്മത്തും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തിനും കൂടിയാണ് ഈ 5 നിസ്കാരങ്ങൾ ഈ 5 സമയങ്ങളിലായി പ്രത്യേകം ഫർളാക്കപ്പെട്ടത്. എന്നാൽ വഫുരിളത്ത്, ഈ 5 വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് ലൈലത്തുൽ ഇസ്രാഇ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായ ആ രാത്രിയാണ്. അതിന്റെ പിന്നെ ലൈലത്തുൽ മിഅ്റാജി എന്ന് പറയാതെ ലൈലത്തുൽ ഇസ്രാഇ എന്ന് പറയാൻ കാരണം രണ്ടും ഒരു ദിവസം തന്നെ. പക്ഷേ ഇസ്രാ ഒരു ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അത് നുബുവത്തിന്റെ 11ാം കൊല്ലം റജബ് മാസത്തിലാണ് എന്ന് ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രബലമായ അഭിപ്രായം ആണ്. നുബുവത്ത് കിട്ടി 11ാമത്തെ വർഷം റജബ് മാസത്തിലാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന ഇസ്രായിന്റെ സംഭവം നടന്നത്. അത് പരാമർശിച്ചുകൊണ്ടാണ് സൂറത്ത് ഇസ്രായിൽ അല്ലെങ്കിൽ ബനി ഇസ്രായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് തുടങ്ങുന്നത്. അപ്പൊ അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇസ്രായിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് ആണെങ്കിലോ സ്വപ്നത്തിലായി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് മക്ക ജീവിതകാലത്തും ഉണ്ടായിട്ടുണ്ട്, മദീന ജീവിതകാലത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സഹീഹുൽ ബുഖാരിയിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് അനുസരിച്ച് നുബുവത്തിന്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന് ശേഷം മക്കയിൽ വെച്ചും പിന്നീട് മദീനയിൽ വെച്ചുമൊക്കെ പലപ്പോഴായി ഉണ്ടായ മിഅ്റാജുകൾ അതൊക്കെ ആത്മീയമായിരുന്നു. എന്നാൽ ഇസ്രായിൽ സംഭവിച്ച ആ രാത്രിയിൽ നടന്ന മിഅ്റാജ് അത് മാത്രമാണ് ഉണർച്ചയിലും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നിച്ചുള്ളത്. അപ്പൊ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ലൈലത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്രാ ഉണ്ടായ രാത്രി ശരീരത്തിനോട് കൂടിയും ഉണർച്ചയിലുമാണ് ഇസ്രാ ഉണ്ടായത്. അന്നുണ്ടായ മിഅ്റാജും ഉണർച്ചയിലും ശരീരത്തോട് കൂടിയുമാണ്. അതുകൊണ്ട് കൂടി വരുത്താനാണ് ലൈലത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞത്. ബഅദൻ നുബുവത്തി ബിഅശ്രി സിനീന, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വസലാസത അശ്ഹുരിൻ, 10 കൊല്ലവും 3 മാസവും. അഥവാ റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ കഴിഞ്ഞിട്ട് റജബിൽ കണ്ടോ. അപ്പം നുബുവത്തിന്റെ 10 കൊല്ലവും കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞിട്ട് വരുന്ന റജബിൽ ലൈലത്ത് 27 മിൻ റജബ്, റജബ് മാസം 27-ാം രാവാണ് ഇസ്രാവും ഭൗതിക ശരീരത്തോടും ഉണർച്ചയിലുമുള്ള മിഅ്റാജും സംഭവിച്ചത്. ആ ദിവസത്തിലാണ് 5 വഖ്ത് ഇന്നറിയപ്പെടുന്ന ഈ നിസ്കാരം ഫർളാക്കപ്പെട്ടത്.
എന്നാൽ അതിന്റെ മുമ്പ് നിസ്കാരമുണ്ട്. ഇസ്ലാം ദീന് തുടങ്ങിയ അല്ലാഹു തആല ഇഖ്റ ഇറക്കി കൊടുത്തുകൊണ്ട് ഉണർച്ചയിലുള്ള വഹി തുടങ്ങി. അതിന്റെ മുമ്പ് ഉറക്കിൽ 6 മാസം വഹി ഉണ്ടായിരുന്നു. റബീഉൽ അവ്വലിൽ 40 വയസ്സ് പൂർത്തിയാവുന്നത് റബീഉൽ അവ്വലിലാണല്ലോ. അത് മുതൽക്ക് റമളാൻ വരെയുള്ള 6 മാസക്കാലം നിരന്തരം സ്വപ്നത്തിലൂടെയായിരുന്നു വഹി. അതിനുശേഷം റമളാൻ മാസത്തിലാണ് ഉണർച്ചയിലുള്ള വഹി. ഇഖ്റ ഇറങ്ങുമ്പോഴോട് കൂടി ആണ് ഉണർച്ചയിലുള്ള വഹി തുടങ്ങുന്നത്. അവിടെ മുതൽ അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തും ഇറക്കി കൊടുത്തിട്ടുണ്ട്, നിസ്കാരം ഫർളാക്കിയിട്ടുണ്ട്. അത് രാവിലെ 2 റക്അത്തും രാത്രി 2 റക്അത്തുമായിരുന്നു. അതല്ല ഇന്നുള്ള നിസ്കാരം, ഇപ്പൊ നമ്മൾ പറയുന്നതല്ല, ഇന്നുള്ള 5 വഖ്ത് നിസ്കാരം എന്ന ഈ നിസ്കാരം നുബുവത്തിന്റെ 11-ാം കൊല്ലം റജബ് മാസം 27-ാം രാവിന് നടന്ന ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഫർളാക്കപ്പെട്ടത്. അപ്പൊ മുമ്പുള്ള ഫർള് നിസ്കാരം ഇതോടുകൂടി മൻസൂഖായി, നിയമപ്രാബല്യമില്ലാത്തതായി. എന്നാൽ രാത്രിയാണല്ലോ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. സുബഹിന്റെ മുമ്പ് തന്നെ മക്കയിൽ തിരിച്ചെത്തുകയും ചെയ്തു. മുമ്പുണ്ടായിരുന്ന ഫർള് നിസ്കാരം മൻസൂഖായി. പുതിയ നിസ്കാരം എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുമില്ല. അത് കാരണം വലം തജിബു സുബ്ഹു യൗമി തിൽക്കൽ ലൈല, ഈ 27-ാം രാവിന്റെ പകല്, 27 അന്ന് പകൽ സുബഹി, അന്നത്തെ സുബഹി ഫർളില്ല. അതുകൊണ്ട് തന്നെ ആ ഫർളായ സുബഹി നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ലിഅദമിൽ ഇൽമി ബികൈഫിയത്തിഹാ, പുതുതായി നിർദ്ദേശിക്കപ്പെട്ട ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ എന്നറിയാൻ. അത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാ. മുസ്ലിമാവുക, നിസ്കാരത്തിന്റെ രൂപം അറിയുക എന്നൊക്കെ പറയുന്നത്, വകതിരിവുണ്ടാവുക എന്നതൊക്കെ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാ. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഷർത്താവുന്ന നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ എന്ന് അറിയുക, കൈഫിയത്ത് മനസ്സിലാക്കുക, അത് വിവരണം വരാത്തത് കൊണ്ട് അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടില്ല. മറിച്ച് ളുഹ്ർ മുതൽക്കാണ് നിസ്കാരം നടപ്പിൽ വന്നത്. ളുഹ്റിന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ആദ്യം വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വുളൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വുളൂ ചെയ്തതിനു ശേഷം കഅബ ഷരീഫിന്റെ വാതിലിന്റെയും ഹജർ ഇസ്മായിലിലേക്ക് പ്രവേശിക്കുന്ന ആ തുറവുണ്ടല്ലോ, വാതിൽ എന്ന് പറഞ്ഞൂടാ, ഫത്ഹ, അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് വാതിലിന്റെ അല്പം വിട്ട്, എന്നാൽ മഖാമി ഹിജർ ഇസ്മായിലിലേക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് അടുക്കാതെ അതിന്റെ വാതിലിനോട് ഏറ്റവും കുറച്ചുകൂടി അടുത്തൊരു സ്ഥലത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗമൂമുമായി നിസ്കരിച്ചു. പിന്നെ അസർ വക്തായപ്പോൾ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. അതേ സ്ഥലത്ത് തന്നെ മഗ്രിബിനും ഇശാക്കും സുബഹിക്കും ഈ 5 ദിവസവും വഖ്ത് പ്രവേശിച്ച ഉടനെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഇമാമായി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അതെങ്ങനെ? വഖ്തിന്റെ അവസാനത്തിലും, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി വരെയുള്ള. അങ്ങനെ 2 ദിവസം, ഒരു ദിവസം വഖ്തിന്റെ തുടക്കത്തിൽ 5 വഖ്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം വഖ്തിന്റെ അവസാനത്തിലും നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അസ്സലാത്തു ബൈന ഹാദൈനിൽ വഖ്തൈൻ, നിസ്കരിക്കേണ്ടത് ഇന്നലെയും ഇന്നുമായി 2 ദിവസം നമ്മൾ നിസ്കരിച്ച് കാണിച്ചല്ലോ, ഇതിനിടയിലാണ്. എന്നാൽ ഫസ്റ്റിലെ ദിവസം നിസ്കരിച്ചോടെ മുതൽ തുടങ്ങാം, 2ാമത്തെ ദിവസം നിസ്കരിച്ചത് വരെയുള്ള സമയമുണ്ട്, അവിടെ അങ്ങോട്ട് കടക്കാൻ പാടില്ല. ഇങ്ങനെ നിസ്കാരത്തിന്റെ രൂപവും അതിന്റെ സമയവും 2 ദിവസങ്ങളിലായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമായി നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗമൂമായും നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. ആ സ്ഥലം അവിടെ കഅബ ഷരീഫിന്റെ തൊട്ടുചാരി വാതിലിന്റെ അല്പം ഇപ്പുറത്തായിട്ട്
ഹിജ്ർ ഇസ്മായിലിലേക്ക് കിടക്കുന്ന ആ ഫതഹയുടെ മുമ്പും ആയിട്ടുള്ള ആ സ്ഥലത്ത് ദീർഘകാലം അഥവാ സൗദി ഗവൺമെന്റിന്റെ പരിഷ്കരണം വരുന്നത് വരെ ആ സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടിരുന്നു. അവിടെ എപ്പോഴും ബർക്കത്തിന് വേണ്ടി വിശ്വാസികൾ നിസ്കരിച്ചിരുന്നു. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നവരുടെയും സുജൂദും നിസ്കാരവും നിർവഹിച്ച ആ പുണ്യമേറിയ സ്ഥലത്ത് ബർക്കത്തെടുക്കാൻ വേണ്ടി വിശ്വാസികൾ അങ്ങനെ നിർവഹിച്ചിരുന്നു. അങ്ങനെ മത്താഫിൽ എന്ത് പരിഷ്കരണം വന്നാലും ആ സ്ഥലം പഴയതുപോലെ ഇട്ടിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് മത്താഫ് അല്പം ഉയർന്നു വരികയും ഈ സ്ഥലം താഴ്ന്നു കിടക്കുകയും ചെയ്തപ്പോൾ അവിടെ തിരക്കിന്റെ ഇടയിൽ അപകടങ്ങളും വിഷമങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലവും നിരത്തിയപ്പം ആ കൂട്ടത്തിൽ ആ സ്ഥലവും നിരപ്പാക്കി. എന്നാലും ഇപ്പോഴും ആ നേർക്ക് ഖബ ഷരീഫിന്റെ ഷാദർവാൻ എന്ന് പറയുന്ന തിണ്ണയിൽ പ്രത്യേക കളറിലുള്ള മാർബിള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ പിന്നിൽ നിന്ന് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നു കാണാം. ആ സ്ഥലത്ത് വെച്ചാണ് 2 ദിവസമായി 10 നിസ്കാരം നിർവഹിച്ച് നിസ്കാരത്തിന്റെ രൂപവും നിസ്കാരത്തിന്റെ വഖത്തും ഒക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തത്. ഇനി ഇന്നമാ തജിബുൽ മക്തൂബത്തു അവിടെ നിന്നോട്ടല്ലേ ജനിയല്ലോ. ഏതായാലും ഇപ്പൊ 2 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ടൊന്നും ഓതി തീർക്കാൻ പറ്റുന്ന കിതാബല്ലല്ലോ. അപ്പോ തീരുമ്പോ തീർന്നോട്ടെ. കുറെ ഓതിയിട്ട് ആളുകളെ മടുപ്പിക്കും വേണ്ട, എന്നാ തീരെ ഓതാതെ പച്ച വിട്ടുകളയും വേണ്ട. അങ്ങനെ കുറേശ്ശെ ഉള്ള ഒഴിവുപോലെ കുറേശ്ശെ ഓതിക്കൊണ്ടിരിക്കാം. അല്ലാഹു തആല മഹാന്റെ അതുപോലെയുള്ള ഉസ്താദന്മാരുടെയും മശായിഖന്മാരുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ് കൊണ്ട് നമ്മുടെയൊക്കെ കൽബിനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കുകയും അറിവനുസരിച്ച് അമൽ ചെയ്ത് ഇഹപര വിജയം നേടാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സമയം പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സംശയം ചോദിക്കാൻ മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.